പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ഡോക്ടർ ശശി തരൂർ എം പി ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിദേശ പര്യടനത്തിന് ശേഷം ഡോക്ടർ തരൂർ പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണോ മറ്റെന്തെങ്കിലും കാര്യം ചർച്ച ചെയ്യാനാണോ പോയതെന്ന് നമുക്ക് ഇപ്പോഴും വിവരം ലഭിച്ചിട്ടില്ല. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് അച്യുതൻ. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ അല്പം പ്രകോപിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അനുരഞ്ജനത്തിൻ്റെ വഴിയിലാണ് കോൺഗ്രസ്സുകാർ. കാര്യം എതിർ ക്യാമ്പിലേക്ക് ഡോക്ടർ തരൂർ ചേക്കേറിയേക്കുമോ എന്ന ഭയം കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ട് താനും. എന്നാൽ BJPയിൽ അദ്ദേഹത്തിന് പോകാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പറയും. ഗുഡ് മോർണിംഗ് SKN. ഈ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനായി വിദേശ പര്യടനം നടത്തിയ സംഘങ്ങൾ മടങ്ങിയെത്തുകയും പ്രധാനമന്ത്രിയെ ആ സംഘാംഗങ്ങൾ നേരിൽ കാണുകയും ചെയ്തു. ആ ഘട്ടത്തിൽ ശശി തരൂർ MP അദ്ദേഹം വ്യക്തിപരമായി തയ്യാറാക്കിയൊരു റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൈമാറുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശശി തരൂർ MP നേരിൽ കണ്ടു എന്ന വിവരം ലഭിക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വച്ചായിരുന്നു ആ കൂടിക്കാഴ്ച എന്നായിരുന്നു വിവരം. പ്രധാനമന്ത്രി അദ്ദേഹത്തെ വിളിപ്പിക്കുകയായിരുന്നു എന്നതാണ് ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന സൂചനകൾ. അതായത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൂടിക്കാഴ്ച നടന്നതായുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിൽ സ്ഥിരീകരണമില്ല. എന്തായിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ ഒരു പശ്ചാത്തലം, ഏത് സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത് എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം SKN സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെ കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിസന്ധിയിലാക്കുന്നത് ശശി തരൂർ തന്നെയാണ്. കാരണം പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനായിക്കൊണ്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായൊരു നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചു വന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വെടിനിർത്തൽ ധാരണയിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും എത്തുമ്പോഴും അവിടെ US-ൻ്റെ ഇടപെടൽ ഉണ്ടായി എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പക്ഷേ ആ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന തരത്തിലാണ് ശശി തരൂർ MP തുടർച്ചയായുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ പല നിലപാടുകളോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് തരൂർ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെയുള്ള പ്രതിസന്ധികൾ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ BJPയിലേക്കാണ് തരൂറിൻ്റെ അല്ലെങ്കിൽ ആ പാതയിലേക്ക് തരൂർ നീങ്ങുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വക്താവായി തരൂർ പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള തുറന്ന വിമർശനങ്ങളാണ് പാർട്ടിയുടെ പല നേതാക്കളും ഉന്നത നേതാക്കൾ വരെ ഉന്നയിച്ചത്. എന്തായാലും അത്തരം പശ്ചാത്തലങ്ങളിലാണ് ശശി തരൂർ MP ഇപ്പോൾ പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. നേരത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ചുള്ള റിപ്പോർട്ടുകൾ മറ്റ് സംഘാംഗങ്ങളും പ്രധാനമന്ത്രിക്ക് നൽകിയിരുന്നു. പക്ഷേ തരൂരിനെ മാത്രം വിളിപ്പിക്കുമ്പോൾ അവിടെ നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരും. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ പല ചർച്ചകളിലേക്ക് കൂടി വഴിവെക്കുന്നതാകും ഈ കൂടിക്കാഴ്ച. എന്തായാലും അല്പസമയം കഴിയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം ലഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. കാരണം ശശി തരൂർ MP ഇന്ന് ലണ്ടനിലേക്ക് പുറപ്പെടുകയാണ്. അദ്ദേഹം അല്പസമയം കഴിയുമ്പോൾ ഞാൻ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും പുറപ്പെടും. എന്തായാലും ആ ഘട്ടത്തിൽ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടും. എന്തായാലും ആ ഘട്ടത്തിൽ അദ്ദേഹം പ്രതികരിക്കുകയാണെങ്കിൽ ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് എന്താണ് ഉണ്ടായത്, എന്താണ് പ്രധാനമന്ത്രി നേരിൽ കണ്ടറിയിച്ചത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അതിൻ്റെ വിശദമായ വിവരങ്ങൾ പുറത്തു വരും. SKN.